അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളിന്നിവിടെ ഒരു പുതിയൊരു ചാനലുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാവരും നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യണം. നമ്മളിന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് അറബി ഭാഷയെ പറ്റി. അറബി ഭാഷയെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് പദസമ്പത്തുള്ളൊരു ഭാഷയാണ് അറബി ഭാഷ. അപ്പോൾ ആ അറബി ഭാഷ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ അറബി ഭാഷയുടെ ചില ഗ്രാമറുകളുമായിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഇനി മുതൽ നമ്മുടെ ചാനൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. അത് നേരെ നമുക്ക് ക്ലാസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അറബി ഭാഷയിൽ നിന്ന് ഒരു ജുംല എങ്ങനെ ഉണ്ടാക്കാം. ഒരു ജുംല എന്ന് വെച്ചാൽ ഒരു വാക്യം എങ്ങനെ ഉണ്ടാക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ജുംലത്തുൽ മുഫീദ എന്നാണ് അർത്ഥത്തായ ഒരു സെൻറ്റൻസ്. അപ്പോൾ നമ്മളിവിടെ ഒന്നുണ്ടാക്കിയിട്ടുണ്ട്. ബുസ്താന് ജമീൽ. ബുസ്താൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പൂന്തോട്ടം, ജമീൽ പറഞ്ഞാൽ ഭംഗിയുള്ളത്. അപ്പോൾ ബുസ്താൻ ജമീലും ബുസ്താൻ പൂന്തോട്ടമാകുന്നത് ജമീലും ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് തർക്കീബ് വെക്കുമ്പോൾ, തർക്കീബ് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇത് മുമ്പത്താത് ആദ്യത്തോടെ നമുക്ക് ഇബ്തിദ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ജമീൽ എന്നുള്ളത് ഖബറാണ്. അതിൻ്റെ ഈ മുബത്തേക്കുള്ള ഒരു വാർത്ത. മുബത്ത് എന്താണ്? മുബത്ത ഒരു ജമീലായത് ഒരു ഭംഗിയുള്ള സാധനമാണ്. ബുസ്താൻ എന്നുള്ളത് ഭംഗിയുള്ളതാണ് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഖബറാണ് ഈ ജമീൽ എന്നുള്ളത്. മുബത്താൻ്റെ ഖബർ. മുബത്ത എന്ന് പറഞ്ഞത് തുടക്കത്തിൽ വരുന്നത് ഇബ്തിദാ, തുടക്കത്തിൽ സംഭവിച്ചത്. അപ്പോൾ മുബത്ത എന്നുള്ളത് തുടക്കത്തിൽ സംഭവിച്ചത്, അതിന് പറയപ്പെടുന്ന ഒരു ഖബർ എന്നൊരു വാർത്ത. അതിന് പറയപ്പെടുന്ന ഒരു വാർത്തയാണ് ഈ ജമീൽ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മുബത്ത എന്ന് പറഞ്ഞു, ഇത് ജമീൽ ഖബർ. അതുപോലെ തന്നെ അടുത്തതാണ് അശംസു തോലിയൻ. ഷംസ് നമുക്കെല്ലാവരും സൂര്യൻ, തോലിയൻ ഉദിച്ചതാണ്. അശംസു തോലിയത്തുൻ, സൂര്യൻ ഉദിച്ചതാണ്. അപ്പോൾ ഇതിലുള്ള ഇബ്തിദാ മുബത്തനത് അഥവാ ഇബ്തിദാ, തോലിയ ഖബർ. അതായത് ഷംസ് ആ ഒരു വസ്തു, ആ ഒരു ഇബ്തിദാ ആയ ഫസ്റ്റ് പറഞ്ഞ നമ്മൾ ആ വസ്തു അത് എന്താണ്, അതിൻ്റെ ഖബർ പറയാണ് തോലിയ. അതിൻ്റെ ഖബർ തോലിയ ഉദിച്ചതാണ്. അതുപോലെ ഇനി നിങ്ങൾക്ക് എന്ത് വാക്കുമാണെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ അൽ-ബിഅറു എന്ത് ബിഅർ എന്ന കിണർ, ആമിക്കത്തുൻ ആയമേറിയതാണ്. ഒരു ആണി എന്ന് കേട്ടാൽ അത് മുബത്ത ഖബർ ആയിരിക്കും. ഒരു സാധനം, ഒരു ഫോണ് ഉപയോഗമുള്ളതാണ്. അൽ ജവ്വാലു മുഫീദത്തുൻ, ഫോൺ ഉപയോഗമുള്ളതാണ്. ആ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് മുബത്ത ഖബറുമാണ്. അതുപോലെ ജുംലത്തുൽ മുഫീദിൽ വേറെ രീതിയിൽ വരുന്നുണ്ട്. ഈ രണ്ട് സെൻറ്റൻസ് ബുസ്താൻ ജമീലും അതുപോലെ ഷംസുൻ തോലിയും ജവ്വാലുൽ മുഫീദത്തുൻ അൽ ബിഅറു ആമിക്കത്തുൻ അങ്ങനെയല്ലാതെ വേറെ രീതിയിലും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുത്തു, ഞാൻ ചാടി, ഞാൻ പൂ മണത്തു, അങ്ങനെ പല രീതിയിലുമായിട്ട് അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കിയെടുക്കുക. അൽ ബുസ്താൻ ജമീലും, ബുസ്താൻ എന്ന ഇബ്തിദാ, ജമീലും എന്ന ഖബർ. ആ ബുസ്താന് പറയുന്ന ആ ബുസ്താൻ എങ്ങനെയാണ്, അതിനുള്ള ഖബർ, അതിനുള്ള വാർത്ത. അതുതന്നെ ഷംസ് തോലിയും, ഷംസിന് പറയപ്പെടുന്ന ഖബറാണ്, അതിനുള്ള വാർത്തയാണ്. അതെന്താണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നല്ല, അതിൻ്റെ വാർത്ത എന്ന് വെച്ചാൽ അതിൻ്റെ വിശേഷം, അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ പറയപ്പെടുന്നതാണ് തോലി ഖബർ. ഷംസ് എന്നുള്ളതിൻ്റെ ഖബർ തോലി, ഷംസ് എന്നുള്ളത് ഇബ്തിദാ, ഉസ്താൻ എന്നുള്ളതിൻ്റെ ഖബർ ജമീൽ. അത് ഇവിടെ വേറെ എന്തെങ്കിലും ആയിരിക്കും. ജമീലിന് പകരം ഖദീമായിരിക്കാം. ഖദീം എന്ന് വെച്ചാൽ നമുക്കിത് പറ്റിയിട്ട് ഖദീം ഓർക്കാം. ജമീൽ ബുസ്താനും ഖദീമും, അൽ ബുസ്താൻ ഖദീമും. നമുക്ക് എന്താ ഖബർ മാറ്റി കൊടുക്കണം കുഴപ്പമില്ല. നിങ്ങൾ എഴുതുന്ന ബുസ്താൻ ഏത് അവസ്ഥയിലാണോ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളാണ്.
നമുക്ക് അടുത്ത രീതിയിലേക്ക് പോകാം. അടുത്ത രീതി പറഞ്ഞാൽ ഇതുപോലെ ഇതിനോട് സിമിലറായ ഒരു സംഭവം തന്നെ. അപ്പൊ അടുത്ത ജുംലാത്തുൽ മുഫീദയുടെ ഒരു വേറെ രൂപമാണ് യഈഷു സമക്കു ഫിൽ മായി. എന്ന് വെച്ചാൽ യഈഷു പറഞ്ഞാൽ ജീവിക്കുന്നു, ജീവിക്കുന്നു. സമക്കു പറഞ്ഞാൽ മീന്, ഫിൽ മായി വെള്ളത്തിൽ, ഫീ എന്നുള്ളത് ഇൽ എന്നുള്ള അർത്ഥത്തിൽ, ഇൽ വെള്ളത്തിൽ, വീട്ടിൽ എന്നൊക്കെ പോലെ ഇൽ എന്നുള്ള അർത്ഥത്തിൽ യഈഷു സമക്കു ഫിൽ മായി. മീൻ വെള്ളത്തിൽ ജീവിക്കുന്നു, മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു. അടുത്തത് ഷമ്മ അലിയു വർദ്ധത്തൻ. ഷമ്മ എന്ന വാസനിച്ചു, അലി എന്ന അലി അതൊരു ഇസ്മാണ്, അതൊരു പേരാണ്. വർദ്ധത്തൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്മനാണ്, പനിനീർ പൂവ്, ഒരു പൂവിൻ്റെ പേരാണ്. ഷമ്മ അലിയു വർദ്ധത്തൻ, അലി പനിനീർ പൂവിനെ വാസനിച്ചു, വാസനിച്ചു, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഇത് ജീവിക്കുന്നു, ഹാലായതാണ്. ഹാല എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിക്കൊണ്ട് നടക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ നടക്കുന്ന, ഇപ്പോൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നു എന്നതുപോലെ ഇപ്പോൾ നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കാം യഈഷു സമക്കു ഫിൽ മായി. യഈഷു എന്നുള്ളത് ഇത് ഫീലാണ്, ഫീല് മുലാരി, മുലാരി. അത്തൈന, അത്തൈന എന്നുള്ളത് അലിഫ് പിന്നെ താ ഈ 4 അക്ഷരങ്ങൾ, ഒരു 4 അക്ഷരങ്ങളുള്ള ഈഷു, അതുപോലെ തന്നെ ഈഷു എന്ന് കൊടുക്കാം, ഈഷു എന്ന് കൊടുക്കാം, ഈഷു എന്ന് കൊടുക്കാം. ഇത് മുമ്പിലുള്ള ഏത് ഫീലാണെങ്കിലും ഏത് വെർബാണെങ്കിലും അതെന്തായിരിക്കും മുലാരിയായ ഫീലുകൾ. ഒന്നെങ്കിൽ അഭാവി കാലത്തെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഹാലിനെ സൂചിപ്പിക്കുന്നത്. ഹാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയതുകൊണ്ട് കണ്ടിന്യൂസിനെയോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിനെയോ സൂചിപ്പിക്കുന്നതേക്കാളും ഈ 4 അക്ഷരങ്ങൾ വന്നിട്ടുള്ള ഒരു ഫീല്. അതുപോലെ സമക്ക് എന്നുള്ളത് ഇവിടെ ഇതിപ്പോൾ മുലാരിയായ ഫീലാണ്. സമക്ക് എന്നുള്ളത് അത് ഫായിലാണ്, അതായത് ക്രിയ കർത്താവ്, ഒരു ക്രിയ ചെയ്ത ആള്, ചെയ്യുന്ന ആള്. യഈഷു, ഈ ജീവിക്കുന്നത് ആരാണ്? ജീവിക്കുന്നത് സമക്കാണ്, അതായത് മീനാണ്. അപ്പോൾ ഇത് ഫിഅല്, ഫായില്. ഫി മാ എന്നുള്ളത് ജാർ മജ്റൂറാണ്. ഈ ഫീ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ മാഇന് ഇവിടെ കസ്ർ കിട്ടിയത്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ വരും. ഇവിടെ ഷമ്മ അലി എന്നുള്ളത്, ഷമ്മ എന്നുള്ളത് ഇവിടെ പറഞ്ഞതിന് അതായത് വാസനിച്ചു എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞു, ഇവിടെ നമ്മൾ വാസനിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്, ഇവിടെ ചെയ്തു പോയ കാര്യമാണ്, കഴിഞ്ഞ കാര്യമാണ് പറഞ്ഞത് ഷമ്മ എന്നുള്ളത്. അപ്പോൾ ഷമ്മ എന്നുള്ളത് ഇത് ഫീല് മുതായി, അതായത് മുസ്തഖ്ബിൽ. ഇത് ഫീല് മാദി, മാദി. അലി എന്നുള്ളത്, അലി എന്നുള്ളത് ഇതുപോലെ തന്നെ ഫായില്. കാരണം വാസനിച്ചത് ആരാണ്? അലിയാണ്. അപ്പം അത് ഫായില്. ഈ ക്രിയ ചെയ്ത ആളാണ് അലി, അപ്പം അത് ഫായില്. വർദ്ധത്ത് എന്നുള്ളത് മഫ്ഊല്, മഫ്ഊല് ബിഹി, മഫ്ഊല് ബിഹിം മഫ്ഊല് ഫീഹിന്റെ മഫ്ഊല് ലഹു. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഒരു ഫീല് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്ത ആളിനെ നമ്മൾ ഫായിൽ എന്ന് വിളിക്കും. ആ ഫായിൽ എന്തിനെയാണ് പ്രവർത്തിച്ചത് അതിനെ മഫ്ഊൽ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഈഷു, പിന്നെ അതുപോലെ തന്നെ ഈ ഫായിലിന് എന്തായിരിക്കും? റഫായിരിക്കും കിട്ടുക. ഫായിൽ എവിടെ പോലെ റഫക്കരം, എന്നാൽ വേറെ സന്ദർഭങ്ങളുണ്ട്, അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. പിന്നെ ഈ ഫീ കൊണ്ട് ഇതിന് കെസർ കിട്ടി, ഫീ വന്നത് കൊണ്ട് മാ എന്നുള്ളതിൽ ഹംസക്ക് കെസർ കിട്ടി, അത് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ ഈഷു, അതുപോലെ തന്നെ അത്തൈന എന്നുള്ളത്, അതും ഈഷു എന്നുള്ളത്, ഷമ്മ എന്നുള്ളത്, അത് ഈ 2 ഇത് മാതിയാണ്, ഇത് മുസ്തഖ്ബിലാണ്. അതിനുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ ക്ലാസ്സുകൾ ഇത്രയുള്ളൂ. നമ്മൾ പറഞ്ഞതുപോലെ ഈഷു എന്നുള്ളതിലും അതുപോലെ തന്നെ ഷമ്മ എന്നുള്ളതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഈഷു എന്നുള്ളത് മുസ്തഖ്ബിൽ, അല്ലെങ്കിൽ ഹാലായിട്ട് നടക്കുന്നതാണ് മുസ്തഖ്ബിൽ. മുലാരി പറഞ്ഞാൽ ഹാലായിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്യൂച്ചർ ആയിട്ടുള്ളതുമാണ് മുലാരി. അതുകൊണ്ടാണ് ഞാൻ 2 പറഞ്ഞത്. അപ്പോൾ ഇതിന് മുസ്തഖ്ബിൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. യഈഷു എന്നുള്ളതിന് ജീവിക്കുന്നു, അല്ലെങ്കിൽ ജീവിക്കും എന്നുള്ള അർത്ഥത്തിലാണെങ്കിലും മുലാരി എന്ന് പറയാം. ജീവിക്കും
അല്ലെങ്കിൽ ജീവിക്കുന്നു. ഇത് രണ്ടു അർത്ഥത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് യഈഷ് എന്നുള്ളത്. അതായത് മുലാരിയായ ഫീല് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം. ഒരർത്ഥത്തിൽ മാത്രം, അതായത് ഹാലിന്റെ അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ മുസ്തഖ്ബിൽ എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ മാദിയും മുസ്തഖ്ബിലുള്ള വ്യത്യാസങ്ങളെല്ലാം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.